യെസ്, അപ്പൊ ഇന്ന് നമ്മൾ നിങ്ങളെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത് നമ്മുടെ ഓണം എക്സാം ഒക്കെ കഴിഞ്ഞു. അടുത്തത് എന്താണ് മിസ്? നമ്മൾ ഓണം സെലിബ്രേഷൻ മൂഡിലേക്ക് കടക്കുകയാണ്. യെസ്, അപ്പൊ നമ്മുടെ തംബ്നെയിലിൽ കണ്ടതുപോലെ ഞങ്ങളുടെ ഓണത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മുടെ കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു നമ്മുടെ ഓണം സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ നിങ്ങളോടൊന്ന് പങ്കിടണം എന്ന് നമുക്ക് തോന്നി. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. സോ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഹരിജ മിസ്സിനോട് ചോദിക്കാം. മിസ്സിന്റെ കുട്ടിക്കാലത്തെ ഓണത്തിനെ കുറിച്ചെന്ന് പറയുകയാണെങ്കിൽ എന്തൊക്കെയാ പറയാം? കുട്ടിക്കാലത്തെ ഓണം എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങളൊക്കെ ഓണം ആഘോഷിക്കുമ്പോൾ നമുക്കത് ഓർമ്മ വരികയാണ് നമ്മൾ എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതായത് കുഞ്ഞിലെ നമുക്ക് ആ ഓണക്കോടി, പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ പോവാന്നൊക്കെ പറയുന്നത് എന്ന് പറയുമ്പോ ആദ്യം വെയിറ്റ് ചെയ്യുന്നത് പുതിയ ഡ്രസ്സിന് വേണ്ടിയിട്ടാണ്. ആ ഒരു ദിവസത്തിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യും അല്ലെ. അന്ന് പട്ടുപാവടയൊക്കെ മേടിച്ചു തരും, നല്ല ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല രസമാണ്, നല്ല ഭംഗിയിൽ ഇങ്ങനെ ഒരുങ്ങുക. അപ്പൊ അമ്മ ഞങ്ങൾ 3 പേരുണ്ട്, 3 പേരെ ഒരുക്കണം. നമ്മൾ മുല്ലപ്പൂ വെക്കുന്നു, അതുപോലെ തന്നെ പൂക്കളം ഇടുക. അതായിരുന്നു ഏറ്റവും മെയിൻ ആയിട്ടുള്ള പരിപാടി. തലേ ദിവസം അതിന് പൂ പറിക്കാൻ റെഡിയാക്കി വെക്കണം. ഇപ്പോഴാണ് നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് പൂവൊക്കെ പൈസ കൊടുത്ത് മേടിക്കുന്നത്. പക്ഷെ അന്നാണെങ്കിൽ നമ്മുടെ പാടത്ത് പോയിട്ട് മുക്കുറ്റി പോയിട്ട് തുമ്പ കിട്ടാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഓരോ വീട്ടിലൊക്കെ പോയിട്ട് എല്ലാവരും ആദ്യം രാവിലെ തന്നെ വന്നിട്ട് ചിലപ്പോൾ പറിച്ചിട്ട് പോയിട്ടുണ്ടാവും. നമ്മളിങ്ങനെ രാവിലെ നോക്കിയിരിക്കണം. എന്നിട്ട് ഓരോ പറമ്പിൽ പോയിട്ട് ഇത് പറിക്കലൊക്കെയാണ് പരിപാടി. കാക്കപ്പൂ, ഒരു ബ്ലൂ കളറിലുള്ള കാക്കപ്പൂ നല്ല രസമാണ്. പിന്നെ ചെമ്പരത്തി അത് പല കളറിൽ കിട്ടുന്നുണ്ട്, നമുക്ക് കിട്ടും. പിന്നെ ചില ദിവസങ്ങളിൽ പ്രശ്നം വരെ പൂക്കൾ കിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പല കളറുള്ള ഇലകളുണ്ട്, അതൊക്കെ മുറിച്ച് അങ്ങ് നുറുക്കി. അതെ, അവനായിരുന്നു മെയിൻ ഐറ്റം. അപ്പൊ പൂക്കളം നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഇവനാണ് ഇങ്ങനെ ചുറ്റിലും നിൽക്കുക. പിന്നെ 2-3 ചെമ്പരത്തിന്റെ ഒക്കെ അല്ലി വെച്ച് അങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെയായിരുന്നു പൂക്കളം. ചില ദിവസങ്ങൾ നല്ല ആർഭാടായിട്ട് പൂക്കളിടും, ചില ദിവസങ്ങളിൽ ഇലകൾ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അതായിരുന്നു എന്റെ ഓണം. പിന്നെ സദ്യ അടുത്ത പറയുമ്പോ അതാണ് നെക്സ്റ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന കാര്യമല്ലേ. ഉച്ച നമ്മളൊരു 12:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫുഡൊക്കെ അവിടെ സെറ്റ് ആയിട്ടുണ്ട്. രാവിലെ തുടങ്ങും അമ്മമാർ അടുക്കളയിലെ ഫുൾ ജഗപുക പരിപാടികളൊക്കെ തുടങ്ങും. പിന്നെ അവസാനം പപ്പടം കാച്ചും. അതെ, ഇങ്ങനെ പൊങ്ങി വരുന്ന പപ്പടം കൂടി ആയി കഴിഞ്ഞാല് സദ്യ റെഡിയാണ്. അപ്പൊ മിസ്സിന് ഇഷ്ടമുള്ള വിഭവം ഏതാ? എനിക്ക് അവിയലാണ് ഇഷ്ടം. കാരണം അതിൽ കുറേ പച്ചക്കറികൾ ഉണ്ടാവല്ലോ, എല്ലാം കഴിക്കാലോ. അപ്പൊ അതാണ് ഏറ്റവും ഇഷ്ടമുള്ളത് കേട്ടോ. പിന്നെ പായസം നമുക്ക് എല്ലാം ഇഷ്ടമാണ്. പായസം ഏത് പായസം ഏറ്റവും കൂടുതൽ ഇഷ്ടം? എന്നാൽ ഞാൻ എല്ലാം കഴിക്കും, അങ്ങനെയാണ്. എനിക്ക് അടപ്പായസം നല്ല ഇഷ്ടം. നിങ്ങൾക്ക് ഏത് പായസം ഇഷ്ടം എന്ന് വേഗം ഒന്ന് കമന്റ് ചെയ്യാം. അപ്പൊ സ്നേഹമിന്റെ ഓണം എങ്ങനെയായിരുന്നു? എന്റെ ഓണം എന്ന് പറയുന്നത് എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ 2 അനിയത്തിമാരുണ്ടായിരുന്നു. അതായത് നമ്മുടെ നൈബേഴ്സ് ആണ്, പക്ഷെ നമ്മുടെ അമ്മായിയുടെ മക്കളാണ്. അപ്പോ നമ്മൾ രാവിലെ നേരത്തെ എണീക്കും. അതായത് എല്ലാവരും പൂ പറിക്കുന്ന കടി മുന്നേ നമ്മൾ ആദ്യം പോകണല്ലോ. അപ്പൊ രാവിലെ കുമ്പിളി ഉണ്ടാക്കും. നമ്മുടെ പ്ലാവിലല്ലേ, അത് വെച്ചിട്ട് കുമ്പിളി ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ 3 പേരും കൂടി പാടത്ത് പോകും. അപ്പൊ നമ്മുടെ സൺഫ്ലവർ പോലത്തെ ഒരു കുഞ്ഞു മഞ്ഞ പൂക്കളില്ലേ, കമ്മലപ്പൂന്ന് ഞങ്ങൾ പറയാം. ഞങ്ങൾ അതിന് സൂര്യകാന്തിന്റെ ചെറിയ പൂന്നൊക്കെ പറയും. ആ മഞ്ഞപ്പൂ നല്ല രസമാണ്. അപ്പൊ ആദ്യം അതൊക്കെ പറിക്കും. പിന്നെ തുമ്പപ്പൂ, ഒരാളൊരു പൂ പറിക്കുമ്പോ രണ്ടാമത്തെ ആൾ വേറെ പൂ പറിക്കണം. പിന്നെ നമ്മുടെ മുസാണ്ടല്ലേ വലുത്, അത് ചെറുതായിട്ട് അരിയാനാണ് വേറൊരാൾക്ക് ഡ്യൂട്ടി. ചിലപ്പോ നമ്മൾ തലേ ദിവസം തന്നെ പൂവൊക്കെ ഇങ്ങനെ അരിഞ്ഞിരിക്കും. പിന്നെ ആ പരിപാടി കഴിഞ്ഞാല് പിന്നെ ഉച്ചക്ക് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കിടയിലൊക്കെ ഫുള്ള് വളരെ ഷോ കാണിക്കല്, എല്ലാവരും കാണിക്കല്. അത് കഴിഞ്ഞിട്ട് ഫുഡാണ് മെയിൻ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്കൊരു ഉറക്കുണ്ട്. ഫുഡൊക്കെ ക്ഷീണമായിട്ടുള്ള ഒരു ഉറക്കം, നല്ല സുഖമായിട്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ഓണം ടൈമിലാണ് നമ്മുടെ വീട്ടിൽ വരുന്നാലും എല്ലാരും ജഗമാണ് അല്ലെ. അപ്പൊ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഈ ഉറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അങ്ങനെ ഉറങ്ങൊന്നുമില്ല. നമ്മള് ഫുള്ള് അപ്പത്തിന് പുറത്തൊക്കെ പോയി ഈ ഒരു 10 ദിവസം എന്ന് പറയുന്നത് അല്ലെ, ഫുള്ള് ഈ 10 ദിവസം ഫുള്ള് എൻജോയ് ചെയ്ത ആ ഒരു സമയമാണ്. പിന്നെ നല്ല ഓർമ്മകള്. സ്കൂളിൽ നോക്കി കഴിഞ്ഞാൽ എങ്ങനെയാ, സ്കൂളിൽ നമുക്ക് പൂക്കള മത്സരം ഉണ്ടാവും. പിന്നെ കുറെ ഗെയിംസ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ ലെമൺ ആൻഡ് സ്പൂണ്, വടംവലി. എനിക്ക് കസേര കളിക്കാണ് എപ്പോഴും ബസ് കിട്ടുക. ഞാനാണെങ്കിൽ ഒരാളെ ചെയർ വേഗം പോയിരുന്നു, ഓടി പോയിരിക്കും. ഇപ്പോഴും ഉണ്ട് കേട്ടോ. മിസ്സിന് ഏതായിരുന്നു സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ? സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ലെമൺ ആൻഡ് സ്പൂൺ ആയിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് പൂക്കളം ഇടാനൊക്കെ ഏൽപ്പിക്കും. അങ്ങനൊക്കെ കുറച്ച് കഴിവുകളുള്ള കാരണം കൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാറുണ്ട്. പൂക്കളൊക്കെ വരച്ച്. അതെ, അങ്ങനത്തെ കുറെ ഓർമ്മകളുണ്ട്, നല്ല കുറെ ഓർമ്മകളുണ്ട്. പിന്നെ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണല്ലോ നമ്മൾ പോവാ. അപ്പൊ അന്നത്തെ ദിവസം ടീച്ചേഴ്സൊക്കെ ചിലപ്പോൾ ഫോട്ടോസ് എടുത്ത് തരും നമ്മുടെ കൂടെ നിന്നിട്ട്. അങ്ങനെ കുറെ അടിപൊളി പാട്ടുകൾ വെച്ചിട്ടുണ്ടാവും. ഓണത്തിന് പാട്ട് വെക്കും നമ്മുടെ സ്കൂളിൽ. അപ്പൊ ഡാൻസ് ഒക്കെ ചെയ്ത് അങ്ങനെ ഫുൾ എൻജോയ്മെന്റ് ആണ്. എല്ലാ പരിപാടിക്കും പങ്കെടുക്കും. അതാണ് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിൽ കുറെ പരിപാടികൾ ഉണ്ടായിരിക്കും. നമ്മൾ വെറുതെ ആയാലും ഒന്ന് പങ്കെടുക്കുക. അങ്ങനെ ആയാലും നമുക്ക് അടുത്ത എന്തെങ്കിലും പരിപാടിക്ക് എന്തെങ്കിലും പങ്കെടുക്കാൻ ഒരു താല്പര്യം തോന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ.
ഇനി നിങ്ങളുടെ ഓണം എന്തൊക്കെയാണ്, ഇത് കൂടാതെ എന്തെങ്കിലും നിങ്ങൾക്ക് പുതുതായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ വേഗം തന്നെ എന്ത് ചെയ്യാ, നമ്മുടെ കോമന്റ് ബോക്സിൽ പറയാം കേട്ടോ. ഓണം എങ്ങനെ പോകുന്നു, അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ, ആഘോഷമൊക്കെ എങ്ങനെയായി, എവിടം വരെ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ താഴെ കോമന്റ് ബോക്സിൽ പറയാം. യെസ്, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം.